നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തനായ ഒരു സംഗീതജ്ഞനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഉമ്പായി സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു വഴിത്താര തുറന്നിട്ട, അല്ലെങ്കിൽ മലയാളിയെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയിലേക്ക് നയിച്ച നമ്മുടെ സ്വന്തം ഉമ്പായിയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. താങ്കൾ മുംബൈയിലെ ചില ഡാൻസ് ബാറുകളിൽ പാടിയിട്ടുണ്ട്. അന്ന് താങ്കളുടെ പാട്ട് കേൾക്കാൻ വന്നിരുന്ന ഒരു മലയാളിയുണ്ട്. അദ്ദേഹം ഈ രംഗത്തുള്ള ആളാണ്, ചില്ലറ കള്ളക്കടത്തുകാരികളുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് ആ ഡാൻസ് ബാറിൽ വന്നിരുന്നത് മുംബൈയുടെ സംഗീതം കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ താങ്കൾ കണ്ടുപിട്ടിട്ടുണ്ടോ? അറിയില്ല ആരാണ് അയാളെ ഞാൻ താങ്കൾക്ക് മുട്ടിച്ചു തരാം. ഞാൻ അദ്ദേഹത്തിനെ മുംബൈയിൽ പോയി കണ്ട സമയത്ത് ഒരു വേറൊരു സന്ദർഭത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കള്ളക്കടത്തിൻ്റെ രാജാവാണ്. താങ്കളെപ്പോലെ തന്നെ ചെറുകിട കള്ളക്കടത്തല്ല, വലിയ കള്ളക്കടത്താണ്. അദ്ദേഹം അന്ന് ഡാൻസ് ബാറിൽ കൃത്യമായി വന്നിരുന്ന താങ്കളുടെ പാട്ടുണ്ട്. അന്നൊക്കെ താങ്കൾ തലകുത്തി പറയുന്ന സമയമാണ്. അതെ, ആരാണെന്നൊന്നും അറിയില്ല. താങ്കളും ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്കും ഉന്മാദാവസ്ഥയിലേക്ക് താങ്കളുടെ ഈ പാട്ടിന് അനുസരിച്ച് ചുവട് വെക്കുന്ന നർത്തകിമാരെ കാണുമ്പോഴും താങ്കൾക്ക് ഒരു പക്ഷേ ഒന്നും തോന്നില്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നേരത്തെ ഇല്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല. അടിച്ച് വീലായിരിക്കുകയായിരുന്നു എപ്പോഴും. അതെ, ബോധാവസ്ഥയിലാകുമ്പോൾ അല്ലേ, ഒരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ അതിൽ വേറൊരു സംഭവം ഉള്ളത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥ വഴി മനസ്സിലുണ്ടായിരുന്നു. ഇത് തെറ്റായ വഴിയാണെന്നും ശരിയായ വഴി വേറെ ഉണ്ടെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിരുന്നത് ഉസ്താദ്ജിയായിട്ട് കണ്ടപ്പോഴാണ്. ഒരു നിയന്ത്രണം വന്നു മുംബൈയിൽ വെച്ച്. തേടിയ ആളെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അകന്നുപോയി, വീണ്ടും കണ്ടുമുട്ടി. പിന്നെ അങ്ങനെ തബല പഠിക്കണമെന്ന് പറഞ്ഞ് തബല പഠിപ്പിച്ചു. 3-4 കൊല്ലക്കാലം തബല പഠിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം കയറി വരുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി മാസത്തിൽ 2 തവണയൊക്കെ വരും. വന്ന സമയത്ത് ഞാനൊരു പഴയ आंसू भरी है ये जीवन की राह है, कोई उनसे कह दे हमें भूल जाए, आंसू भरी. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടാണ്. ഏറ്റവും സ്വാധീനിച്ചെന്ന് പറയാൻ ഞാൻ വല്ലാതാവും പാട്ട് പാടുമ്പോൾ കേൾക്കും. അത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ്ജി താഴെ വന്നത്. പടിയിലുള്ള ആളോട് ചാര പാടണം വെച്ചപ്പോൾ നിങ്ങളുടെ ശാഗിർദാണ് പാടുന്നത്. ഇങ്ങനെ കൈ നീട്ടിയാവുന്നു. ആജ് സെ തബ്ല ബന്ദ് രാഗ് ഷുറൂ കറേ. അദ്ദേഹം തന്നെ ഒരു ഹാർമോണിയം കൊണ്ടുവന്നു വെച്ച് ക്ലാസ് തുടങ്ങി. അതിൻ്റെ കൂടെ സംഗീതത്തിൻ്റെ സംസ്കാരം അദ്ദേഹം എനിക്ക് പറഞ്ഞുതരാം. എവിടെ വെച്ചാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ്? അതായത് ഇതല്ല എൻ്റെ വഴി, ഈ കള്ളക്കടത്തും ഈ കഞ്ചാവും ഈ ചരസും ഈ മദ്യവും ഈ ഡാൻസ് ബാറുകളല്ല എൻ്റെ ജീവിതം, എനിക്ക് വേറൊരു ജീവിതമുണ്ട് എന്ന് ഈ ഉമ്പായി എവിടെ തിരിച്ചറിഞ്ഞത്? ഏത് സ്പോട്ടിലാണ്? അങ്ങനെ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ ഒരു 3 മക്കളും ഒരു ഭാര്യയും കൂടെ ഉണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. ആദ്യമൊന്നും അത് ബോധ്യപ്പെട്ടിരുന്നില്ല. കാണും മക്കളോട് പുന്നാരിക്കും ലാളിക്കും സ്നേഹമൊക്കെ കൊടുക്കും, രാത്രി ചെയ്യാൻ പോക്കാണ്, അല്ലെങ്കിൽ പകലാണെങ്കിലും പോക്കാണ്. ഭാര്യ വളരെയധികം സഹിച്ചു. ഭാര്യ കരഞ്ഞുകൊണ്ടേയിരുന്നു. അത്രയേ ഉള്ളൂ. വേറൊരു പെണ്ണാണെങ്കിൽ സഹിക്കുന്നു ഒന്നല്ല. 16 തവണ ഡൈവേഴ്സ് ചെയ്തേനെ. 16 തവണ ഡൈവോഴ്സ് ചെയ്തേനെ. ഇതിൻ്റെ വക്കിലെത്തും, പിന്നെ തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു ശ്രമം നടന്ന് പിന്നെ അങ്ങനെ പോയി എന്നാണ് പിന്നെ കേട്ടത്. പക്ഷെ എൻ്റെ മൂത്ത മകള് അവൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, ബാപ്പ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോയോ? ഞാൻ പറഞ്ഞു, ബാപ്പ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ ആടി പോയിന്ന് എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു. തർക്കിച്ചു. ആര് പറഞ്ഞു? എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ. എന്തിനാണ് പാപ്പ? അപ്പം എൻ്റെ മോൾക്കത് അവിടെ ഒരു മാനസിക പ്രശ്നമായല്ലോ. ആദ്യം ഇത് ഉപേക്ഷിക്കണം, ഇതല്ല ശരിയെന്ന് തോന്നിച്ചത് അവിടെ മകളാണ്. മൂത്ത മകൾ, അവൾ മൂത്ത മകളാണല്ലോ. അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ വീട്ടിൽ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി പാടുകയും പാടിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥാവിശേഷം. പിന്നെ മകളാണ് താങ്കളുടെ ജീവിതം മാറ്റിമറിച്ചത്. അവിടുന്ന് തുടങ്ങുന്നത് താങ്കൾ. അവിടുന്ന് ഒരു വീഴ്ച വീണു, ജോണ്ടീസായി. അപ്പോൾ കുടിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും മക്കൾ ശരിക്കും അടുത്തു. മക്കളാണ് ശരിക്കും ഈ ഒരു തലത്തിലേക്ക് ചിന്തിപ്പിച്ചത്. കാരണം എന്താ, മകളും മഞ്ഞപ്പിത്തവും കൂടി താങ്കളെ വരിഞ്ഞു മുറുക്കി. അതെ, എന്താ തന്നെയല്ല, അനിയനുമില്ല ജ്യേഷ്ഠനില്ല, ഒറ്റക്കാണ്.
അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ മദ്യപിച്ചിരുന്നവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് വളരെ മോശമായിരുന്നു. വരട്ടെ, ഇവിടെ വരേണ്ട ഒരാളുണ്ട്. ആരായിരിക്കണം? മകളായിരിക്കും. വരട്ടെ. പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഉപ്പയോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും സ്ട്രെങ്തായിട്ടുള്ളത് ഉപ്പയാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു മനക്കരുത്തും ഉപ്പ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. വലിയ കഷ്ടമാണല്ലേ? വലിയ കഷ്ടമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ താങ്കളുടെ പ്രതിസന്ധിയെ താങ്കൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് മക്കളെ കൊണ്ടാണ്. അതെ, അത് അവളോട് പറയണത്. മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ ഞാനും, എനിക്ക് സ്നേഹം തരാൻ മക്കളും. അങ്ങനെ അവസ്ഥ. ഒരു മദ്യപാനിയുടെ വീട് കേട്ടോ ഇത്. അതെ അതെ, മനോഹരമായ വീടാണ്. അതെ, സമൂഹം തരണല്ലേ, സമൂഹം തരുന്നതാണ്. മക്കളാണ് ലൈഫ്. മുമ്പായി എപ്പോഴും താങ്കളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നതാണ് താങ്കളുടെ വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യുമ്പോഴും, ഈ കുരുത്തക്കേട് ചെയ്യുമ്പോഴും, കള്ളക്കടത്ത് ചെയ്യുമ്പോഴും, ഈ മയക്കുമരുന്നിന് ആറാടുമ്പോഴും ഒരു ഉണർവിൻ്റെ ഒരു ഘട്ടത്തിൽ താങ്കൾ എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടണം താങ്കൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്. പക്ഷേ അതിന് വീണ്ടും തുണിയാതെ വീണ്ടും അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഏതോ ഒരു മുഹൂർത്തത്തിൽ എന്തോ ഒരു പക്ഷേ ഈ വിശ്വാസികൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം, ഒരു ദിവ്യശക്തി താങ്കളെ അമ്മയാണ്. വേറെ അമ്മയാണ് തീർച്ചയായിട്ടും, ഒരു സംശയം. കാരണം ഈ സന്ദർഭങ്ങളിലൊക്കെ അമ്മ മനസ്സിൽ ഇപ്പോഴും, കാരണം അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ബിട്ടാസ് ജി, ഇതുവരെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്നേഹം വേറെ ആരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയിൽ നിന്ന് മാത്രമേ കിട്ടൂ. ആ സന്ദർഭങ്ങൾ അതാണ്. അമ്മയുടെ ഏക മകനാണ്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പുന്നാരവും ലാളനെയൊക്കെ ഉണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്നേഹം പകർന്ന് തന്നത് അമ്മ മാത്രമാണ്. ഉമ്മ മരിച്ചപ്പോൾ താങ്കൾ തകർന്നല്ല, ഞാൻ ഇപ്പോഴും കരയുന്നുണ്ട്. ഇപ്പോഴും കരയില്ലാണ്. ഇപ്പം പല സന്ദർഭങ്ങളിലും ആലോചിക്കും, ഇപ്പം ഉമ്മ ഉണ്ടായിരുന്നെങ്കിലും പൊന്നുപോലെ ഞാൻ നോക്കുവാൻ. കാരണം അങ്ങനെ സ്വപ്നം കാണാമെന്ന് മാത്രം. കാരണം പോയല്ലോ, 72 പോയി. ഉമ്മ മരിച്ചപ്പോൾ ഒരു പാട്ടെനിക്ക് പാടാൻ തോന്നിയിരുന്നു എന്ന് താങ്കൾ എവിടെയോ. ഞാനത് പാടിപ്പോയത് ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ടർപ്പായ കൊണ്ടുപോണ വണ്ടിയിൽ എന്നെ കയറ്റിയിരുന്നു, കട്ട വണ്ടി. അപ്പം ഞാനൊരു ഫീലിംഗ് മൂളിയത്, ഏ മേരെ വതൻ കെ ലോഗോ जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ലതാജി പാടിയതാണ്, മഹാത്മാജി മരിച്ച സമയത്ത്. പക്ഷെ അതിൻ്റെ ഫീലിംഗ് അതാണ്, ആ രാഗം അതാണ്, ആ കവിത അതാണ്. അതിങ്ങനെ മൂളിപ്പോയതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു സത്യവും കൂടി പറയാൻ ഞാൻ ആശിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും ഇതന്നെയാണ് കൂടാതെ സംഗീതം തന്നെ. ഈ പെട്ടിയിലായിരുന്ന താങ്കൾ പാടാൻ പറ്റില്ല. അത് ഉസ്താദ്ജി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഉമ്മ പറഞ്ഞ ഡയലോഗ്, ഉസ്താദ് പറഞ്ഞ ഡയലോഗ്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് വന്നത്. ഇങ്ങനെ സരസ്വതി पर लगाओ ലക്ഷ്മി ഹോ ജായെങ്കി. അതൊരു നാഴികയ്ക്ക് 40 വട്ടം പറയും. അപ്പോഴേക്കേട്ട് ജി സാബ് എന്നും പറഞ്ഞ് വിടും. പിന്നെ നാട്ടിൽ വന്ന് നിർവാഹമില്ലാതെ വന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ സരസ്വതി पर लगाओ ഹാർമോണിയം. വിവാഹമൊക്കെ താങ്കൾക്ക് ആദ്യകാലത്ത് കുട്ടിക്കളിയായിരുന്നു എന്നോട് പറഞ്ഞു. കല്യാണം കഴിക്കുന്നത് വെച്ച് കഴിച്ചു. പിന്നെ അതിലേക്ക് ആ ഉത്തരവാദിത്തങ്ങളൊന്നും അങ്ങനെ നിർവഹിക്കാൻ താങ്കൾ തയ്യാറായില്ല. കുട്ടികളൊക്കെ ഉണ്ടായി, പക്ഷേ എങ്കിലും ഉമ്പായിയുടെ വഴി തന്നെ. ഞാൻ പറഞ്ഞില്ലേ ബിട്ടാസ്, ഒരു ജീവിതം ഒരു 10-18 വർഷം അങ്ങ് പോയി. പാഴാക്കിയോ? ജീവിതം അങ്ങ് പോയി. ഒരു പക്ഷേ അനുഭവമായിരിക്കും അത്. ഇല്ല, ഞാൻ നിസ്സംഗനായിട്ട് നോക്കിയിരുന്നു, മയക്കുമരുന്നും ലഹരിയിലും ഇങ്ങനെ നോക്കിയിരുന്നു. ജീവിതം അങ്ങ് പോയി. ഓടിയെത്തിയില്ലേ? തിരിച്ചെത്തി. തീർച്ചയായിട്ടും തിരിച്ചെത്തിയല്ലോ. 3 മക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു, വീട് സ്വന്തമാക്കി, ജീവിതം എന്തൊക്കെ കൊടുക്കാൻ പറ്റും മക്കൾക്ക്, കുടുംബത്തിനകത്ത്. താങ്കൾ 3-ാം ഘട്ടത്തിൽ സ്പീഡ് കൂട്ടി. 1-2 ഘട്ടത്തിൽ നഷ്ടപ്പെട്ട വേഗത താങ്കൾ കോമ്പൻസേറ്റ് ചെയ്തു. അതിനൊക്കെ ഈ സമൂഹമാണ്. ഒരുപക്ഷെ മലയാളി താങ്കൾക്ക് നൽകിയ സ്നേഹം കൂടി ഇതിനുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും, എന്താ സംശയം. എത്ര വട്ടം താങ്കൾ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു? ഒരുപാട്. പോലീസിന് ഭയങ്കര ആത്മബന്ധമുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. സംഗീതം പിടിച്ച സമയത്ത് താങ്കൾ പാട്ടുപാടി അവനെ മയക്കും. അങ്ങനെയല്ല. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വിദ്യ? അത് ചെന്ന് പെട്ടത് പോലീസുകാരുടെ മുമ്പിലാണ്. അപ്പോൾ ബോംബെ ടു പൂനെ 4 മണിക്കൂറാണ്. പൂനെയിൽ വന്നാൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് പെട്ടിയിൽ വെക്കാൻ പറ്റും.
അണ്ടർവെയറിനകത്താണ് ഈ സാധനമൊക്കെ ഇരിക്കുന്നത്. ഡോളറൊക്കെ ഉള്ളത്. ഡോളറല്ല, ഈ വാച്ചും വാച്ച്, മറ്റേ കള്ളക്കടത്ത് സാധനങ്ങൾ. മുംബൈയിൽ നിന്ന് പൂനെ വരെ എത്തും. പൂനെ 4 മണിക്കൂർ. 4 മണിക്കൂർ. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയി, ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പൂനെ വരെയാണ് പ്രശ്നം. ആ 4 മണിക്കൂർ ഹൃദയമിടിപ്പാണ്. പക്ഷെ ആ കയറി ഇരുന്നപ്പോൾ ഫ്രണ്ടിലിരിക്കണുണ്ട് പോലീസുകാരാ. പിന്നെ ഈ ശ്രുതി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും പാട്ടിന് മാത്രമല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? എന്താ താങ്കൾ ചെയ്തത്? അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എന്നിട്ട് ചോദിച്ച് सरण साहब आप ये बम्बई पुणे में कब पहुँचेंगे? 4 घंटे के बाद ऐसा पहुँचेगा. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് സുരനാ സജേ ക്യാ ഗാവ് അവരങ്ങോട്ട് മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ 4 മണിക്കൂർ തള്ളി വിട്ട് അവർ പുണ്ണിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ജീവൻ നേരെ വീണത്. അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളുണ്ട്. പോലീസ് പിടിച്ചോ? ഇല്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. പോലീസ് പിടിക്കാൻ 1.5 പതിറ്റാണ്ട് കാലത്തെ ഈ കള്ളക്കടത്ത് രാജാവിനെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസുകാർ ആസ്വാദകരല്ലേ, അവർ മനുഷ്യരല്ലേ? അല്ല, പിടിക്കുന്ന സമയത്ത് താങ്കൾ പാട്ടിലാണ് രക്ഷപ്പെടുക. പാട്ട് പാടുമ്പോൾ ആരാ പിടിക്കുക? സംഭവം കൂടിയുണ്ട് ബിട്ടാജി. ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശം ഒരു മിനി വേൾഡാണ്. എല്ലാം ഉണ്ട്. ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ലോക ജനത കണ്ടിരിക്കേണ്ട 20 പ്രദേശങ്ങളിലൊന്ന് മട്ടാഞ്ചേരി എന്നാണ്. എൻ്റെ ദേശത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അഭിമാനിക്കണം, മട്ടാഞ്ചേരിയിൽ ജനിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഉറുദു എഴുതാനും വായിക്കാനും അറിയില്ല, സത്യം അറിയാം. പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെയൊക്കെ ഉറുദു പാടാൻ നേരത്ത് ക്യാബാദ് അങ്ങനെ സംഭവമുണ്ട്. ബേബി സഖാവുള്ള സമയത്ത് അങ്ങനെ സംഭവം ഡൽഹി. അങ്ങനെയാണ് മലയാള ആൽബത്തിലേക്ക്, മലയാള ഗസലിലേക്ക് പ്രശ്നം വരണം. ഹോളിഡേയിൽ ഡൽഹിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എം പിമാരുടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ MD തഖിയുദ്ദീൻ വാഹിദ് സാബ്, അദ്ദേഹം എല്ലായിടത്തും തന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇപ്പോൾ തട്ടിയാൽ ഹവാത്തിനോ ഹസ്രാത്ത് യേ മേരി ഖുശ്കിസ്മതി ഹേ കി ആപ്കെ ഖിദ്മത്ത് മെ ഗസൽ പേഷ് കർണ. ഇത് ഒന്നും അറിയില്ല എഴുതാനും വായിക്കാൻ. പക്ഷെ അവിടെ നിന്ന് പാടിക്കഴിഞ്ഞപ്പോൾ താങ്കൾ ഒരു ഉറുദു പണ്ഡിതനാണോ? തോമസ് മാഷ് പറഞ്ഞു, അദ്ദേഹം നമ്മുടെ മുംബൈയാണ്, KV തോമസ് മാഷ് മന്ത്രി. അദ്ദേഹം നമ്മുടെ തോമസ് മാഷ് അന്ന് അത് കേൾക്കാറുണ്ടായിരുന്നു. MP മാരുണ്ട്, MP മാരാണല്ലോ, MP മാരുടെ മീറ്റിംഗ് ആയിരുന്നു. MP മാരുടെ മുമ്പിലാണ് താങ്കൾ പാടുന്നത്. വരട്ടെ. എന്നാല് മുംബൈ എൻ്റെ വളരെ വർഷക്കാലത്തെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഹാർമോണിയം വായന, അതോടൊപ്പം കൈകൾ നീട്ടി കൈവിരലുകളിലൂടെ ആ ഗസൽ കേട്ടു നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. തോമസ് മാഷ് താങ്കളുടെ വലിയൊരു ആസ്വാദനാണ്. ഒരു പാട്ടും പായിക്കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കണമെന്ന് പറഞ്ഞു. തോമസ് മാഷ് മലയാള ഗസൽ അതിൻ്റെ 2 ആൽബം അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സർവ്വസ്വാതന്ത്ര്യം തരുകയും ചെയ്യും. ബോംബെ ഡൽഹിയിലാണെങ്കിൽ പിന്നെ കൊണ്ട് ഡൽഹി പാടിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കും. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം, ഞാൻ ഒരു വിഷാദഗാനം. നീലത്താമര വിടരും നിന്നോടെ നീമിഴി നിറയില്ലെങ്കിൽ, നീമിഴി നിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം, ഒരു വിഷാദഗാനം. മലയാള കവിതകളിലേക്ക് താങ്കളുടെ സംഗീതത്തെ സന്നിവേശിപ്പിച്ചപ്പോൾ അതിന് പുതിയൊരു ഭാവതലം ഉണ്ടായി എന്നെല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട്. അതായത് അതുവരെ മലയാളിക്ക് സിദ്ധമല്ലായിരുന്ന, സാധിക്കാതിരുന്ന ഒരു അനുഭൂതിയുടെ തലം മലയാള കവിതകളെയും മുംബൈയുടെ സംഗീതത്തെയും കൂടി കൂട്ടിവെച്ചപ്പോൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതാണ് സംഭവം. അത് ഹോളിഡേയിൽ ഞാൻ പാടുമ്പോൾ ഇപ്പറഞ്ഞ തോമസ് മാഷ്, ബേബി സഖാവ് ഒന്ന് ഒരു ONV പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ അന്ന് മുതലേ പറയാം, അത് പാടിക്കും. അതെ. ഇതാണ് ONV സാറിൻ്റെ ഒപ്പം നിങ്ങൾ ഇരിക്കുന്നുണ്ട്. സാറ് കമ്പോസ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കും. കാരണം അതൊരു കടമയാണ്. അനുവാദം, അനുഗ്രഹം വേണം. സാറായിട്ടുള്ള 3 ആൽബമായിരുന്നു. 3 ആൽബം.
പ്രഭാമയീ പ്രകൃതി പ്രഭാത കുങ്കുമമണിഞ്ഞു നിൽക്കും പ്രകൃതി പ്രഭാമയീ പ്രകൃതി പ്രഭാമയീ. പ്രഭാമയീ പ്രകൃതി പ്രഭാത കുങ്കുമമണിഞ്ഞു നിൽക്കും പ്രകൃതി പ്രഭാമയീ പ്രകൃതി പ്രഭാമയീ പ്രഭാമയീ പ്രകൃതി. അപ്പം അതിന് ശേഷം എന്നോട് തക്യുദ്ദീൻ വാഹിദ് സാറാണ് എന്നോട് ചോദിക്കുന്നത് ഫ്ലൈറ്റിൽ വെച്ച് ഒരു ദിവസം മുമ്പേക്ക് വരുമ്പോൾ അവിടെ പഞ്ചാബി പാടി, ഉറുദു പാടി, ഹിന്ദി പാടി, ഇതിലൊക്കെ പ്രണയമില്ലേ, എന്തുകൊണ്ട് മലയാളം ആയിക്കൂടെ? അങ്ങനെയാണ് മലയാളത്തിലേക്ക് മനസ്സ് വരട്ടെ. നമ്മുടെ ഹോട്ടൽ ആരംഭിക്കുന്ന കാലത്ത് റെസ്റ്റോറൻറ്റിൽ ദിവസേന മെഹബൂബും മുംബായും കൂടി ഇവിടെ ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ക്രമേണ അത് ഗസലായി മാറി. മുംബായി പ്രത്യേകിച്ചും ഗസൽ ഭാഗത്തായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അത് പിന്നെ ക്രമേണ ഒരു ഉറുദു പേർഷ്യൻ രചനയിൽ ആലപിക്കുന്ന ഗസൽ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്രേരണ എന്തായിരുന്നു? റിയാസ്. ബോസ്. അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അറിയാതെ തന്നെ, ഞാൻ അറിയാതെ തന്നെ അദ്ദേഹം ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആബാദ് പ്ലാസ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റ് റിജൻസി എൻ്റെ മ്യൂസിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. കാരണം അവിടെ എത്ര വർഷം താങ്കൾ പാടി? 9 വർഷം. 9 വർഷം. 9 വർഷം എന്ന് പറഞ്ഞാൽ ചില വർഷം 8 മാസം, 3 മാസം, അങ്ങനെ നിർത്താൻ പറയാൻ നിർത്തും, തുടങ്ങാൻ പറയുന്നത് അങ്ങനെ ഒരു കണ്ടീഷൻ. കാരണം മാസം എത്ര തന്നിരുന്നു റിയാസ്? അത് 1500 തൊട്ട് തുടങ്ങിയിട്ട് നല്ലൊരു എമൗണ്ടാണ് അവസാനം വരെ എത്തുന്നത്. കാരണം അദ്ദേഹം നമ്മൾ പറയുമ്പോൾ തരികയാണ്, ആവശ്യപ്പെടുമ്പോൾ അത് തന്നെ ഇപ്പോഴും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സാർ ഇങ്ങനൊരു സംഭവമുണ്ട്, ജഗത് സിംഗ് അനുസ്മരണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തരും. ഇപ്പോൾ രാധാകൃഷ്ണൻ പണ്ട് റെഡിയാണ്. കാരണം അദ്ദേഹം നല്ലോണം എൻകറേജ് ചെയ്തിട്ടുണ്ട്. എൻകറേജ് ചെയ്യുന്നു എന്ന് കാണിക്കാതെ, അതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറയും ഓരോ പാട്ടുകൾ. ഉറുദു ശരിക്കും അറിയാവുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ റിയാസ് സാറിൻ്റെ അടുത്ത് പെട്ടപ്പോഴാണ്, ആബാദിൽ പെട്ടപ്പോഴാണ് ഒരു ജീവിതത്തിനൊരു ലെവൽ കിട്ടിയത്. സരസ്വതി കടാക്ഷത്തിലേക്ക് വന്നപ്പോൾ ലക്ഷ്മി കടാക്ഷം വന്നു. ഉസ്താദ് പറഞ്ഞത് ശരിയായി. പിന്നെ ലക്ഷ്മി എത്തി. ജീവിതം സംഗീതമാണെന്ന് തീരുമാനമെടുത്തു. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായത്, ഇങ്ങനെയൊക്കെ ഞാൻ പാടുകയും കൊട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും എൻ്റെ ശബ്ദം എന്താണ്, ഞാൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതായിരുന്നൊരു കുറവ്. എല്ലാവരും മുമ്പായി ഭയങ്കരമായിട്ട് അവിടെ പാടി, ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ആ കുറവ് കണ്ടെത്തിയത് ജോൺ അബ്രഹാം. ഒരിക്കൽ ആബാദിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ വന്നു, മുമ്പായി സിനിമയിൽ പാടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇല്ല, സിനിമയായിട്ട് എനിക്ക് ആരും ബന്ധം എന്നൊക്കെ പറഞ്ഞ് ജോണായിട്ട് അങ്ങനെ നല്ല ബന്ധമാണ്, പക്ഷേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാറും അജിത് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നടനാണ്, അദ്ദേഹം മാനേജറായിരുന്നു ആബാദിൻ്റെ. റെക്കോർഡ് സമ്മർദ്ദം ചെലുത്തി അങ്ങനെ പോയി ആ സിനിമയിൽ പാടി. റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കൈക്ക് പിടിച്ച് കയറ്റിയ മമ്മൂക്കയും ജോണും കൂടിയാണ്. മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ചിത്രാഞ്ജലി. മമ്മു വന്ന് മുമ്പായിട്ട് കൈ പിടിച്ച്, ഒരു കൈ മമ്മൂക്കയും പിടിച്ച് സ്റ്റുഡിയോയിലേക്ക് നല്ല അനുഗ്രഹിച്ച് കയറ്റിയെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. 22 ആൽബം കയറി കഴിഞ്ഞ് പിന്നെ പാട്ട് തുടങ്ങി. ജോൺ റിക്വസ്റ്റ് ചെയ്യണതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. It was great. किस शान से वो आज बेइंतहा चले, पितनों ने पाँव चूम के पूछा कहाँ चले, किस शान से वो आज बेइंतहा. അത് ഈ താടിമുടിയൊക്കെ വളർത്തി നീട്ടിയൊരു മനുഷ്യൻ റൂമിൻ്റെ താഴെ വന്നിട്ട് വാ അങ്ങനെ ബേസ് ശബ്ദം. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറിയിരിക്കട്ടെ, ഞാൻ പറയും ഇവിടെ അങ്ങനെ കയറിയിരിക്കാൻ പറ്റില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം. പക്ഷേ കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്ത് കണ്ണൂർ നോക്കിയപ്പോൾ ജോൺ കയറി ഇരുന്ന് കഴിഞ്ഞു. എന്നിട്ട് അടുത്തത് ഞാൻ ജോൺ അബ്രഹാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട പാട്ട് ഇതാണ്, ഗസൽ. ആരും അത്ര പെട്ടെന്ന് കേരളത്തിൽ ആവശ്യപ്പെടില്ല, അത്രയും അപൂർവമായ സംഭവം.
കിസ് ഷാൻ സേ വോ അത് പറയണമെന്ന് അങ്ങനെ ആ ബന്ധം നല്ല ജോണിന് അതിനെക്കുറിച്ച് നല്ലൊരു പാണ്ഡിത്യമുണ്ട്. തീർച്ചയായിട്ടും നല്ല ബോധ്യം ഉണ്ടായിരുന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സിനിമയിൽ പാടുന്നത് ഇപ്പോൾ ജോണൊക്കെ പോയി പറഞ്ഞത് വലിയൊരു നഷ്ടമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാമായിരുന്നേ. അങ്ങനെ ഞാൻ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഈ സംഗീതം കൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിലേക്ക് പലതും ശ്രമിക്കുന്നുണ്ട്. താങ്കളുടെ ജീവിതത്തെ താങ്കൾക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജോണിൻ്റെ ജീവിതത്തെ താങ്കളുടെ സംഗീതം കൊണ്ട് മാറ്റിമറിക്കാൻ. സംഗീതം അങ്ങനെയല്ലേ. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സംഗീതം, ഭാരതീയ സംഗീതം, ഇലക്ട്രിസിറ്റി സംഗീതത്തെക്കുറിച്ചല്ല ഞാൻ പറയണം. ഒരു സംഗീത ഉപാസകൻ കൂടി വരട്ടെ. മലയാളത്തിലെ വളരെ സമീപകാലത്ത് ഗസൽ എന്ന രീതിയിൽ മലയാളത്തിലെ പാട്ടുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഉമ്പായിക്ക. ഉമ്പായിക്ക ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ലളിതഗാന ശാഖയ്ക്ക് ഒരു സ്തംഭനാവസ്ഥ വന്നപ്പോൾ മലയാളത്തിലെ പാട്ടുകൾ സച്ചിദാനന്ദൻ്റെ അല്ലെങ്കിൽ നല്ല കാവ്യാംശമുള്ള ONV സാറിൻ്റെത്, യൂസഫ് അലി കേച്ചേരിയുടെ ഒക്കെ പാട്ടുകൾ ഉമ്പായിക്ക പുതിയ രീതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പുതിയ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗസൽ രീതി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലളിതഗാനത്തിന് തന്നെ മറ്റൊരു മുഖം കൊടുക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഗസൽ എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ ശാഖയുമായി അതിൻ്റെ പേരുമായി അതിനെ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത് ഏറ്റവും കൃത്യമായി ഉത്തരം പറയാൻ പറ്റുക എനിക്ക് തോന്നുന്നത് ഉമ്പായിക്കൊക്കെ തന്നെയാണ്. അതൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് ഗസലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഗസലിൻ്റെ രീതിയിലേക്ക് അതിനെ ഗണിക്കപ്പെടുന്നു. പക്ഷെ അതൊരു ലളിതഗാനം മാത്രമാണ്. അല്ല. കാരണം ഇവരിത് പറയുന്നത് തെക്കേന്ത്യൻ സംഗീതത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്. ഇത് വടക്കേന്ത്യൻ സംഗീതത്തിൻ്റെ ഭാഗമാണ്. അത് വരുന്നത് ധ്രുപ്പദ്, ദമാർ, മുജ്ര, മുക്ട, ഗസൽ, ഗീത്, ഖയാൽ, ഖവാൽ, ദാദ്ര, ടപ്പ, നസം, ഷേർ, ഒരുപാട് കൈവഴികളാണ്. അതിലൊരു കൈവഴിയാണ് ഗസൽ. അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് വിധേയമായിട്ട് മലയാളത്തിൽ കവിത എഴുതാൻ തയ്യാറാവണം, കവിത എഴുതപ്പെടണം. അത് നടപ്പുള്ള കാര്യമല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് വിഷയങ്ങൾ സമാനതയുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, കവിതയിൽ തന്നെ കാണിച്ചു തരാം. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നുപോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. അതിൻ്റെ അനുപല്ലവിയിൽ വരുന്ന റൊമാൻസ്. കളിയായിട്ടൊരു നാളിൽ കവിളിലൊന്ന് നുള്ളിയപ്പോൾ കഥ എന്തെന്നറിയാതെ കരഞ്ഞോളല്ലേ നീ. കഥ എന്തെന്നറിയാതെ കരഞ്ഞോളല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. ഇത് കുട്ടിക്കാലത്തെക്കുറിച്ച്. ഇവിടെ വേറൊരു സംഗീതം ഞാൻ വരാൻ സമയമായിരിക്കുന്നു, വരട്ടെ. ഉമ്പായിക്കാനായിട്ട് ഞാൻ സഹകരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിലധികമായി. ഒരു കുടുംബത്തിൽ എങ്ങനെ മൂത്ത സഹോദരൻ അനുജന്മാരോട് പെരുമാറുന്നു, അത് അത്രയ്ക്കധികം സ്നേഹമാണ്. ഉമ്പായിക്കയുടെ മനസ്സ് മുഴുവൻ സ്നേഹമാണ്. ഇതിൻ്റെ കാരണം ഗസലാണോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഗസലാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഗസലിന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകളെ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഈ ഉമ്പായി എന്നുള്ള തെമ്മാടിയെ നവീകരിക്കാൻ ഗസലിന് പറ്റിയെങ്കിൽ സമൂഹത്തിലെ ഒരുപാട് തിന്മകളെയും തെമ്മാടികളെയും മാറ്റില്ലേ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ നമ്മുടെ സംഗീതത്തെ നിലനിർത്തണം. അത് നിങ്ങളാ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുടികൊള്ളുന്ന സംഗീത ബോധത്തെ നിലനിർത്താനും നമ്മുടെ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. നമ്മൾ മറ്റൊരു ലെവലിലേക്ക് വളരെ ഭയങ്കരമായ രീതിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ആംഗലേയ സംഗീതത്തിൻ്റെ ശത്രുവല്ല കേട്ടോ. പക്ഷെ താങ്കൾക്ക് ഈ വലിയ ശബ്ദവിന്യാസങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ ഇത് എൽവിസ് പ്രിസ്ലി ആണെങ്കിലും യാനി ആണെങ്കിലും അവർ ഭയങ്കര ഗ്രേറ്റ്സല്ലേ, നമ്മളൊക്കെ ആസ്വദിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സംഗീതം അന്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം നശിക്കുന്നു. ഈ കാണുന്ന അരാജകത്വത്തിനൊക്കെ കാരണം നമ്മുടെ സംഗീതം നമ്മളിൽ നിന്ന് പോയതല്ലേ, നിശംശയം പറയാമല്ലോ. ഇപ്പം വേണി ചോദിച്ചൊരു ചോദ്യം, അതായത് സംഗീതത്തിന് ഒരുപക്ഷെ സ്വഭാവത്തെയും സമൂഹത്തെയും ഒക്കെ നവീകരിക്കാനുള്ള ശേഷിയുണ്ട്. ആ ഗസലിൻ്റെ ശക്തി എന്താണെന്നുള്ള കാര്യം താങ്കളോട് തന്നെ ഞങ്ങൾ തൊട്ടറിഞ്ഞതാണ്. ഗസലിൻ്റെ ഒരു വ്യാപ്തി ഒരുപക്ഷെ മലയാളിയുടെ മനസ്സിലെ ഒരുപാട് തിന്മകളെ വേണമെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്തേക്കും. തീർച്ചയായിട്ടും സംശയം ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ. എന്നെ ഫോണിലൂടെയും
നേരിട്ട് കാണുമ്പോൾ പല ആൾക്കാരും താങ്കളെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഒന്ന് വൈകുന്നേരം ഒന്ന് രാത്രി ഒരു 2 പേര് മുമ്പായി പാടത്തിൽ വിളിക്കാറുണ്ട്, പാടിക്കൊടുക്കാറുണ്ട്. ചിലപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ചൂടാറുണ്ട്. കാരണം അങ്ങനെ ചൂടാകാറുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ മൂഡിലായിരിക്കും. സ്ഥിരമായി ചില ആൾക്കാർ വെള്ളമടിച്ചിട്ട് വിളിച്ചിട്ട് 2 പേര് മുമ്പായി വെള്ളമടിച്ചിട്ടൊന്നും അങ്ങനെ ആരും വിളിക്കില്ല. അതിനുള്ള ധൈര്യമില്ല. ധൈര്യം ഉണ്ടല്ല, അത് ശരിയല്ല. ആ കാലം കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞു. താങ്കളത് മറന്നു, പിന്നോട്ടിട്ടു അല്ലേ? ഉമ്മായുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കടമ്പ ഈ ആൽബങ്ങളിലേക്കാണ്. വരട്ടെ, ഒരാളെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. മുംബൈ സാബ്, താങ്കളുടെ ഒരു പഴയ പ്രൊഡ്യൂസർ എന്ന നിലയിൽ കോഴിക്കോടും മറ്റുള്ള സ്ഥലങ്ങളിലുമുള്ള പല താങ്കളുടെ ആരാധകന്മാരും എന്നോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, മുംബൈ സാബിന് മറ്റുള്ള ഏതെങ്കിലും ഒരു സംഗീത സംവിധായകരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ഗസൽ ഒന്ന് ഇറക്കിയാൽ വളരെ നന്നായിരിക്കും, ഒരു മാറ്റം അതിനുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആലാപനം ശരി, ആലാപനം മുംബൈ സാബ് തന്നെയാണല്ലോ, പിന്നെ അതിലൊരു മാറ്റത്തിൻ്റെ അല്ലല്ലോ പറയുന്നത്. ഈ സംഗീതം മാത്രം ഒന്ന് മറ്റാരെ കൊണ്ടേയും ചെയ്തു കഴിഞ്ഞാൽ അത് നന്നാവുമെന്നുള്ളൊരു അഭിപ്രായം താങ്കളുടെ ആരാധകന്മാർക്കുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാം. സ്റ്റാൻലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, പ്രൊഡ്യൂസറാണ് ആദ്യത്തെ. ഗസൽ ആലാപനമല്ല, സംവേദനമാണ്. അടിസ്ഥാനപരമായൊരു വിഷയമാണ്. ആ സംവേദനത്തിൽ കവി എന്താണ് പറയുന്നത് എന്ന് ഓഡിയൻസിന്, ആസ്വാദകർക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് വാ വാ ക്യാ ബാത് ഹേ ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. അതാണ് സംവേദനം എന്ന് പറയുന്നത്. താങ്കളെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ ഇതാ വരുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ഗസൽ ഗായകൻ ഉമ്പായിയും ഞാനുമായിട്ട് ഒരു ബന്ധം തുടങ്ങുന്നത് 2003 ഒരു ഗൾഫ് ഷോയുമായി ബന്ധപ്പെട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഏതാണ്ട് 11 വർഷക്കാലത്തിലധികമായി ഞങ്ങൾ തമ്മിൽ വളരെ സുദൃഢമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതാണ്ട് 2005-ലോ 2006-ലോ ആണെന്ന് തോന്നുന്നു, പാടുക സൈകൾ പാടുക എന്ന് പറയുന്ന ആൽബം. അതിൽ നിന്ന് നമ്മളിപ്പോൾ നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ആൽബത്തിൽ വന്നു നിൽക്കുന്നു. ഇതിനെക്കുറിച്ച്, അതായത് ഈ കാലഘട്ടത്തിലൊക്കെ ഈ ഈസ്റ്റ് കോസ്റ്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ഈ ബന്ധത്തിൽ എന്താണ് ഉമ്പായിക്കായ്ക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത്? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വിജയേട്ടൻ്റെ കടന്നു വരുന്നത്. അതായത് എൻ്റെ 2ാമത്തെ മകളെ വിവാഹം, അതോടുകൂടി താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹമീദ് സാഹിബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെക്രട്ടറിയാണ്, ചിലപ്പോൾ സുഹൃത്താണ്, അങ്ങനെയൊക്കെ ഒരു ബന്ധമാണ്. അപ്പോൾ അവനോട് എല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസയൊക്കെ നമുക്ക് സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പലിശൻ്റെ പരിപാടി, ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി ഒരു 1.5 ലക്ഷം രൂപേൻ്റെ ചെക്കും അങ്ങനെ ഒരു ബഹളവും ഒക്കെ 2 പേരും കൂടി 2 വീലറിന് വീഴുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ആ കാശ് മേടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടക്കാണ് ഒരു കോള്, മുംബൈക്കാ, ഞാൻ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് ഗൾഫിൽ പോകണം അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് 25,000 രൂപ അഡ്വാൻസ്. ഇപ്പം ഞാൻ കല്യാണം പോയി വിളിച്ചപ്പോൾ ഒരു രേഖയും ഇല്ലാതെ 75,000 രൂപ അവിടെ കൊടുത്തേപ്പിക്കണം. വിളിച്ച് പറയണം ബാക്കി കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല, ഒരു 75,000 രൂപ അവിടെ കൊടുത്തേപ്പിച്ചിട്ടുണ്ട്, മോളെ കല്യാണമില്ലേ, മേടിച്ചു. അപ്പോൾ ഞാൻ 2 മനുഷ്യരാണ് അവിടെ കണ്ടത്. മുംബൈയുടെ ഈ സീരീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാടുക സാറിൻ്റെ കവിതകളാണ്. അതെ, അത് ഒൻവി സാറിനോട് ഞാൻ ആദ്യം കവിത ചോദിച്ചു. പാടുക സൈകൾ അല്ലേ? പാടുക സൈകൾ. പാടുക സൈകൾ പാടു നിന്നിൻ രാജകുമാരി, പാടി പാടി ഉറക്കൂ, പാടി പാടി സ്വപ്ന നഗരിയിലെ പുഷ്പശയ്യയിൽ നിന്ന മുഗ്ധ സൗന്ദര്യത്തെ ഉണർത്തരുതേ, ആരും ഉണർത്തരുതേ, പാടുക സൈകൾ പാടൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ പ്രണയത്തെക്കുറിച്ചുള്ള ഓരോ വരികളും താങ്കൾ പാടുന്നുണ്ടല്ലോ, അതിനൊരു എന്താ പറയുക, ഒരു ദീപ്തിയുടെ ഒരു ഔന്നിത്യം. ഒരുപക്ഷെ സഫലമാകാത്തൊരു പ്രണയത്തിൻ്റെ ഒരു ജ്വാല എവിടെയോ താങ്കളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രണയിനി എൻ്റെ സംഗീതമാണ്. അത് മാത്രമല്ല അങ്ങനെ ഒരു മൂഡ് നേരത്തെ ഇല്ല. കാരണം ഇങ്ങനെ ഈ ഇടിക്കണം കുത്തണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് പ്രണയം കൊണ്ട് നടക്കുന്നത്?
അങ്ങനെ ഒരു മൂഡിലേക്ക് വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സീക്കോ 5 വാച്ച്, അതെ അതാണ് മൂഡ്, ഡോളറ്, അതാണ് മൂഡ്, മോതിരം, ചരസ്, കഞ്ചാവ്, കള്ള്, അതെ. ഇതൊക്കെ നടക്കുന്ന ഒരാൾക്ക് പ്രണയം പാടില്ലെന്നോ? പ്രണയത്തിന് സമയം വേണ്ട. ഇത് കഴിച്ച ഉടനെ അബോധാവസ്ഥയിലാണ്, പിന്നെ പ്രണയില്ല. പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പക്ഷേങ്കിൽ താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, താങ്കൾ മുംബൈയിലെത്തിയ സമയത്ത് ഒരു പ്രണയത്തിൻ്റെ ഒരു ഇടിവാള് മിന്നിപ്പോ. ശരിയാണ്, മിന്നിയില്ലേ? മിന്നി എല്ലാവർക്കും മിന്നൽ. മുംബൈയിലെത്തിയ ആദ്യ നാളുകളിൽ ഒരു മിന്നി. തീർച്ചയായിട്ടും നിഷേധിക്കണില്ല. ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ കുറേ കാലം നടന്നു അലഞ്ഞു. അത് ശരിയാണ്, ശരിയല്ലേ? അത് കുറേ കാലമൊന്നുമല്ല, അതിന് 6 മാസമല്ല, 2 സെക്കൻഡിൻ്റെ ആയുസേ പ്രണയത്തിനുള്ളൂ. 2 സെക്കൻഡ് 6 മാസം ഞാൻ അലഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട്. അവൾക്ക് വേണ്ടി എന്തായിരുന്നു 2 സെക്കൻഡ്? 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിൽ എൻ്റെ റൂമിലേക്ക് ബോംബെയിൽ ഇങ്ങനെ കയറി ചെല്ലാം, മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ दूर रहकर न करो बात, करीब आ जाओ, याद रह जाएगी ये रात, करीब आ जाओ. ഇതിങ്ങനെ മദ്യത്തിൻ്റെ സപ്പോർട്ട് കൂടി ആയപ്പോൾ ഉറക്കെ പാടിയാ കയറുക. കോടി ഒരു ഉന്മാദത്തിൽ പാടിക്കൊണ്ടിരിക്കുക, കയറണം, കോടിപ്പടി കയറുമ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ ഒരു മനോഹരമായ മുഖം, പർദ്ദക്കാത്ത്, സുന്ദരമായ മുഖം, ഇന്നും ഉണ്ട് ആ മുഖം മനസ്സിലുണ്ട്. 2 സെക്കൻഡാ, 2 സെക്കൻഡ് നോക്കി ചിരിച്ചുകൊണ്ട്, ഇത് കേട്ടിട്ടായിരിക്കണം അവൾ ചിരിക്കണം, ചിരിച്ചിട്ട് പെട്ടെന്ന് പോയി, അപ്രത്യക്ഷമായി. അപ്പം ഞാനിങ്ങനെ പിന്നെ അപ്പോഴാണ് ഈ പ്രണയം എന്ന് പറഞ്ഞ വികാരം എനിക്കും ഉണ്ടെന്ന് ഞാനറിയും. അതുവരെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിറ്റേ ദിവസം കാലത്തെ പാടി നോക്കി, കാണുന്നില്ല. ഉച്ചക്ക് പാടി നോക്കി, വെളുപ്പിനെ പാടി നോക്കി, പാതിരാവിൽ പാടി നോക്കി, അവൾ വരുന്നില്ല. അവസാനം താഴത്തെ എൻ്റെ സിഗരറ്റ് മേടിക്കുന്ന കട ഒരു പറ്റുണ്ട്, പറ്റ് കട, അത് കട്ട് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അടിയിലാക്കി. പറ്റ് എന്നിട്ട് പതുക്കെ അവിടെ ചങ്ങാത്തം കൂടി 2-3 ദിവസം അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് അങ്ങേരോട് ചോദിച്ചു, ഈ ഊപ്പർ കൊണ്ടെടുത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സൈ ബോംബെ വല പുറത്തേക്ക് വരില്ല, ഐസി ബാധേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ട്, മുഖം കണ്ടു ഞാൻ, അതെൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അപ്പോൾ അവളെ കാണാനെന്ന് വെച്ചാൽ നിന്നെ കൊന്നുകളെ വരും, അങ്ങനത്തെ ആൾക്കാരാണ് അവർ പറഞ്ഞു. ഈ കടക്കാരൻ പറഞ്ഞു, ഇനി സാഹസത്തിന് മുതിരുണ്ടാവും, നീ അത് വിട്ടുകളഞ്ഞേക്കുന്നു. പക്ഷെ താങ്കൾ വീണ്ടും 6 മാസം പാടി അവിടെ പോയി. 6 മാസം പല തവണയായി പാടി നോക്കി വന്നാലോ. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ട്, മെഹബൂബായി പാടി വെച്ചിട്ടുണ്ട്. ഈ പ്രേമം എന്നാലെന്ത്, അത് മനുഷ്യനെ പിരിവെട്ടി കറക്കണ പിരാന്ത് പ്രേമം, അങ്ങനൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതും കൂടി കൂട്ടി വായിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത യാത്രയില്ല. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിൻ്റെ മോന്ത ഉണ്ടെന്ന് മാത്രം. അങ്ങനെ. പക്ഷെ താങ്കളത് മറന്നില്ല, ഇപ്പോഴും മറക്കുന്നില്ല. ഇല്ല, മറക്കാൻ പറ്റില്ല. ആ മുഖം ഉണ്ട്. താങ്കളുടെ പാട്ട് ആസ്വദിക്കുന്നൊരു മുഖമായിരുന്നു. അതെ, അതിന് ഞാൻ പറഞ്ഞല്ലോ, അവളെ കണ്ടതാണ് ഒരു ഗസൽ. അവളെ കണ്ടതിനെ മുൻനിർത്തി ഒരു ഗസൽ. ഏതായിരുന്നത്? അത് നമ്മുടെ കവി വേണു വി ദേശം അദ്ദേഹത്തിന് ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തു, താങ്കളുടെ ഈ സംഭവം. എന്നിട്ട് അദ്ദേഹം കുത്തിയിരുന്ന് 4 മാസത്തെ ശ്രമമാണ് പ്രണാം എന്ന ആദ്യത്തെ മലയാള ആൽബം. നിൻ മന്ദഹാസം കണ്ട നാൾ മുതൽ നിന്നെ ഓർപ്പൂ ഞാൻ, അനുരാഗ ഭാവഗാനം പാടി കാത്തിരുന്നു ഞാൻ, നിൻ മന്ദഹാസം കണ്ട നാൾ മുതൽ. ഭാഗ്യശ്രീ മെഹേ രാഘവ്. അപ്പം അത് സ്വയം പാടി ആസ്വദിക്കുക. ഇതൊക്കെ അവൾ അറിയുന്നുണ്ടോ? അത് പോയിട്ടുണ്ടാവും. ആ 2 സെക്കൻഡ് മന്ദഹാസം സൃഷ്ടിച്ചിട്ടുള്ള. പക്ഷെ അവൾ മറ്റേത് ആസ്വദിച്ചിട്ടുണ്ട്, ദൂര കർണ കറോബാദ് കരീബാജാവ് ആണോ, ദൂര കർണ കറോബാദ് നക്കറോബാദ്. ദൂരെ നിന്നിങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കരീബാജാവ് എൻ്റെ അടുത്തേക്ക് വരൂ. എന്നിട്ട് പിന്നെ പറയണത് അതല്ലേ പാടിയിരുന്നാണ് ആദ്യം യാദ് രഹ ജായഗി യേ രാത് കരീബാജാവ്. പക്ഷെ ആ കുട്ടി ആ വീടിൻ്റെ
അവിടുത്തെ ആ ഒരു ഭയങ്കര യാഥാസ്ഥിക പരിസ്ഥിതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് താങ്കളുടെ പാട്ട് കേട്ട് 2 സെക്കൻഡ് നേരം താങ്കളോട് ഒന്ന് ചിരിക്കണമെങ്കിൽ ആ കുട്ടിക്കും ഇതുപോലുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ അവൾ ആരെ കൊണ്ടെങ്കിലും കവിത എഴുതിപ്പിച്ച് പാടുന്നുണ്ടാവും വേണേൽ എവിടെ ഇരുന്നെങ്കിലും. പറയാൻ പറ്റില്ല. അവരൊരു വേടുപദേശത്തെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായും ഈ സംഭവം ഇതെങ്ങനെയെങ്കിലും നമുക്കൊന്ന് കൂട്ടി മുട്ടിക്കണമോ ഈ സംഭവം ഇത് എന്ന് എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, താങ്കളുടെ ഈ സാഹസിക ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവരെ ഒന്നും കൂടി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ കണ്ടാൽ തന്നെ ആ സമയത്തൊക്കെ എന്നെ കണ്ട ഒരു മനുഷ്യൻ അടുക്കുമോ? മുഖത്ത് നോക്കി പറഞ്ഞത് വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ സിംഗർ, ഓൺലി തിങ് ലുക്കിംഗ് ലൈക്ക് എ ക്രിമിനൽ ശരാബിയെ. അതുപോലെ അങ്ങനത്തെ ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ സുന്ദരിയായ ഒരു പെണ്ണൊക്കെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ? പ്രണയമൊക്കെ ഇവിടെ കിടക്കണം. അല്ല, ആ കാലഘട്ടത്തിൽ അങ്ങനൊന്നും ഇല്ല ബ്രിട്ടാസ്. ഈ സംഗീതമായിട്ടുള്ള സംഗീതത്തിൽ അവസാനിക്കുക. ദാറ്റ് ഇസ് ദ തിങ്. എന്തായാലും ആ 2 സെക്കൻഡിൻ്റെ ശോഭ ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ കെടാതെ കിടക്കുന്നത് അതാണ് പ്രണയം. അതാണ് പ്രണയമില്ലാത്ത ജീവിതമില്ല അല്ലേ? ഭാര്യ കേൾക്കട്ടെ. മൊഹബത്ത് ഭാര്യക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ ആ 2 സെക്കൻഡ് കൊണ്ട് അവർ വീർപ്പുണ്ടാണ്. പ്രണയമില്ലാത്ത ഭാര്യ വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അവസാനിപ്പിക്കാം. रूह जब वज्द में आए तो गजल होती है, या कोई दिल को दुखाए तो गजल होती है. ഒരു ഗസൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നൊരു കവി എഴുതി വെച്ചിരിക്കുക. പ്രശസ്തനായ കവി, ലോകപ്രശസ്തൻ. റൂഹ് ജബ് വസ്ദമയാത്ത ഗസൽ, ജീവൻ അതിൻ്റെ ഉന്മാദ അവസ്ഥയിലെത്തുമ്പോൾ ഗസൽ സൃഷ്ടിക്കപ്പെടും. അപ്പം മൃഗത്തിനായാലും പൂച്ചക്കായാലും പട്ടിയിലായാലും ഇതിനൊക്കെ ഈ ഉന്മാദമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഗസൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. യാക്കോ ഇതിൽ കൊ ദുഃഖായെ, ഹൃദയം വേദനിക്കപ്പെടുമ്പോൾ ഗസൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാവർക്കും പറ്റും. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ ഉന്മാദത്തിൽ താങ്കൾ കഴിഞ്ഞിരുന്ന സമയത്ത് താങ്കൾ ഒരുപാട് ഗസലുകളിങ്ങനെ പാടി ലയിച്ചു. ഇതൊക്കെ നിർത്തി സുബോധത്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങിയപ്പോൾ ആ ഗസൽ സംഗീതത്തിൽ എന്തെങ്കിലും കുറവ് വന്നു? ഇല്ല, കൂടിയുള്ളൂ. അറിയാനുള്ള ശ്രമം, അതിനോടൊപ്പം സമൂഹത്തിൻ്റെ പിന്തുണയും. താങ്കളുടെ സ്വീകാര്യത വർദ്ധിച്ചു. തീർച്ചയായിട്ടും. കുടുംബത്തിലും സമൂഹത്തിലും. തീർച്ചയായിട്ടും. അതാണ് ഉമ്പായിയെ സൃഷ്ടിച്ചത്. താങ്കൾ ആ ഒരു പുകച്ചൊഴിൽ കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കൾ എവിടെയോ പോയി. പക്ഷെ ആ സമാന വേറെയാണ് കേട്ടോ. അത് വേറെ സമാനമായിരുന്നു. അതിപ്പോഴും താങ്കൾക്ക് ഒരു അനുഭൂതി പകരുന്നുണ്ട്. ഓർക്കുമ്പോൾ പലതും ഇങ്ങനെ ഒരു വെമ്പൽ, ഒരു ടെംപ്ടേഷൻ വരുന്നത്. അതെ, ഇതൊക്കെ അനുഭവിക്കണം. പ്രലോഭനമുണ്ടോ? പ്രലോഭനമൊന്നുമില്ല. പഴയ ഡാൻസ് ബാറിലേക്ക് പോയി പുകച്ചൊഴിൽ പോകണം എന്നുള്ള ഇല്ല. ഇനി ഇങ്ങനെ മക്കളെ കൂടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും വലിയ അറിവൊന്നുമില്ല. അറിവും ഞാനും തമ്മിൽ ഭയങ്കര അന്തരമാണ്. പക്ഷേ ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ കൾച്ചർ പറഞ്ഞു കൊടുക്കുക. ഇത് സംഗീതമാണ് നമ്മുടെ സംസ്കാരം, ഭാരതീയ സംഗീതം. അതേ ഉള്ളൂ. നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്, ഭാരതീയ സംഗീതമാണ് നമ്മുടെ സംസ്കാരം. അതിന് എത്രയോ ഉദാഹരണങ്ങൾ. ജഗത് സിംഗ് സാബ് പരിപാടി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദാബ്, നമസ്കാർ, അസ്സലാമു അലൈക്കും. ആ സംഗീതമാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പണ്ഡിറ്റ് ജസ്രാജ് പറയുന്നു, ഹേ ഭഗവാൻ യാ അല്ലാ, എന്നിട്ട് പാടുന്നു മേരി അല്ലാ തേരോ മെഹർബാനി എന്ന് പാടുമ്പോൾ അവിടെ നമ്മൾ ഭാരതീയത കാണുന്നു. അതാണ് ഭാരതീയ സംസ്കാരം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഗീതം നശിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. മറ്റേതിൻ്റെ ഒപ്പം നമ്മൾ കിടന്ന് തുള്ളിച്ചാടുമ്പോഴും കൊളസ്ട്രോളൊക്കെ പ്രായമാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ സംസ്കാരം ഇതാണ്, അത് നിലനിർത്താൻ ശ്രമിക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന ഈ എളിയ ഉപാസകനുണ്ട്. വരട്ടെ താങ്കളുടെ വേറൊരു സുഹൃത്തിന്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെയേറെ ആസ്വദിക്കാറുണ്ട്. 1-2 പാട്ടുകൾ അദ്ദേഹത്തോട് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ പാടണം എന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്. അതിൽ എപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള പാട്ടാണ്. എനിക്ക് ഉമ്പായിക്കയോട് ചോദിക്കാനുള്ളത്, ഈ പ്രണയഗാനം ആവശ്യപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗാനം ആവശ്യപ്പെടുന്നത് എന്ന് ഒരു സംശയം എപ്പോഴും തോന്നിയിട്ടുണ്ട്. CKPയുടെ പാട്ട് CKPക്ക് എവിടെ 2 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അതെ, സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി
പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ഒരു ഹിന്ദുസ്ഥാനി സംഗീത പഠന കേന്ദ്രം ആരംഭിക്കണമെന്നല്ലേ താങ്കളുടെ ഒരു വലിയൊരു ആഗ്രഹം? ഇതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് കിട്ടാഞ്ഞത് എനിക്കുള്ള കുട്ടികൾക്ക് കിട്ടണം. ഇത് പണ്ടുള്ളൊരു എം ഓർക്കസ്ട്ര രൂപം കൊടുക്കുമ്പോഴൊക്കെ അതായിരുന്നു മനസ്സിലുള്ളത്. പണ്ട് മുതലേ ഉള്ളൊരു കാഴ്ചപ്പാടാണ്. എനിക്ക് കിട്ടാഞ്ഞത് ഇനിയുള്ള കുട്ടികൾക്ക് കിട്ടണം. ആത്മകഥ ആത്മകഥ എങ്ങനെയായിരിക്കും എന്നറിയാലോ. അപ്പോൾ അത് എഴുതി ആത്മകഥ വായിക്കുമ്പോൾ ഒരു ഹൊറർ അതിൽ അത്ഭുതപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ പ്രശസ്ത ഗസൽ ഗായകൻ എന്നൊക്കെ പറഞ്ഞ് പട്ടിൻ്റെ ഉപ്പായൊക്കെ ഇട്ടിരിക്കുന്ന ആൾ ഇതായിരുന്നു എന്നുള്ളൊരു അത്ഭുതപ്പെടലുണ്ടായേക്കാം. അങ്ങനെ ചില കഥകളൊക്കെയാണ് അതിൽ വരിക. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആത്മകഥ പ്രകാശനം നടന്നതാണ്. പക്ഷെ ആത്മകഥ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ ജീവിതമുള്ള അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. അത് പല കാര്യങ്ങളും താങ്കൾ ഒഴിവാക്കിയോ അതിനകത്തുനിന്ന്? എല്ലാം അങ്ങനെയല്ല. അത് ഈ എഴുതുമ്പോൾ ജീവിതകഥയാണ്, ആത്മകഥയല്ല. അപ്പം അത് എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു ശ്രുതിയും ലയവും വരണം. അത് എഴുത്തിൽ വന്നില്ല. അപ്പോൾ അത് വീണ്ടും എഴുതി ഇപ്പോൾ തീർന്നു. DTP എടുക്കാൻ കൊടുത്തിരിക്കുന്നു. ഒരു DC രവി വൈകാതെ വരും. തീർച്ചയായിട്ടും നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് മുഴുവൻ വേണമെങ്കിൽ താങ്കൾ ഈ സംഗീതത്തിൽ ഈ ലയിക്കുന്നത് പോലെ താങ്കളുമായിട്ടുള്ള സംഭാഷണത്തിന് വേണമെങ്കിൽ എനിക്ക് ഇന്ന് മുഴുവൻ വേണേൽ ലയിക്കാൻ പറ്റും. അത്രത്തോളം ഹൃദ്യമാണ് താങ്കളുമായിട്ടുള്ള ഈ സംഭാഷണം. ഒരു നല്ലൊരു ഗാനത്തോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ബാബുക്കായെ സ്മരിക്കാം. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നീ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട്. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൈരവിയാണ്. അതാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു ശാസ്ത്രം. ഭൈരവ ആരംഭം, അവസാനം ഭൈരവി, ഇതൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായിട്ട് അടുക്കുമ്പോഴത് മനസ്സിലാവും. അപ്പോൾ ഭൈരവി എന്ന് പറയുമ്പോൾ അതിൽ അവസാനിപ്പിക്കുക 4 വരി. അതെ. അറിയാതെ നോവുന്ന ആത്മാവുമായി അനുരാഗ കോവിലിൽ ചെന്നു 100 ദുഃഖങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലിക്കൊരുപാടു നേരം ഞാൻ അറിയാതെ നോവുന്ന ആത്മാവ് അനുരാഗ കോവിലിൽ ചെന്നു 100 ദുഃഖങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലിക്കൊരുപാട് നേരം ഞാൻ അറിയാതെ നോവുന്ന ആത്മാവുമായി ഞാൻ. ഈ ഗസൽ ഉപാസകൻ്റെ പ്രയാണം പുതിയ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും JB ജംഗ്ഷന് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ നേർന്നുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായി സമയം ചെലവഴിച്ച ഞങ്ങളുടെ സ്വന്തം ഉമ്പായിക്ക് താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഈ അവസരത്തിന് ഞാനും ഏറ്റവും നല്ലൊരു അവസരമാണ് JB ജംഗ്ഷനിൽ വരിക അല്ലേ. വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി, അംഗീകാരമായിട്ട് കാണുന്നു.
പ്രത്യേകിച്ച് ബുട്ടാജി ഒരു വലിയ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഏതായാലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും.